ശ്രീ രാജേന്ദ്രൻ പന്തളം, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ് രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച അതേ നിരാസങ്ങൾ ഇവിടെ ഇതാ കേന്ദ്ര സർക്കാരും കാണിക്കുന്നു. എങ്ങനെയാണ് ഈ സമാനത? ബി ടീമായി പ്രവർത്തിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന വസ്തുതകൾ അല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിലെ വാർത്ത ഒരു പക്ഷേ അജിംഷാദിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മഹാരാഷ്ട്ര നന്ദദിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞായിരുന്നു വലിയ ആറ്റം ബോംബിന്റെ സ്ഫോടനത്തിന് തിരികൊളുത്തിയത് രാഹുൽ ഗാന്ധി. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പുറത്തു വരുന്നു, അത് CSDSന്റെ വകയായിട്ടുള്ള ഒരു ഗവേഷണത്തിന്റെ ഫലമായിരുന്നു. അതിന്റെ ഉടമസ്ഥനായി സഞ്ജയ് കുമാർ ഇപ്പോൾ തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് രാജ്യത്തോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ലോക്സഭയിലെയും നിയമസഭയിലെയും വോട്ടർമാരുടെ എണ്ണം താരതമ്യപ്പെടുത്തുന്നതിൽ ഗുരുതരമായ വീഴ്ച വന്നു. ആ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. ഇത് നേരത്തെ കർണാടകയിൽ കോൺഗ്രസ് പുറത്താക്കിയ മന്ത്രിയും പറഞ്ഞിരുന്നു. അത് വിടൂ. ഇവിടെ വസ്തുതകളായി ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൽ പിടിക്കല്ലേ രാജേന്ദ്രൻ പന്തളം. ഇവിടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാകുന്നത് എങ്ങനെയാണ്? പിതാവിന്റെ രക്ഷകർത്താവിന്റെ പേര് ABCD, വീട്ടു നമ്പർ 0, ഇങ്ങനെയൊക്കെ വരുന്ന വസ്തുതകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ നിരസിക്കാനാകുന്നില്ല. അതൊക്കെ വീടില്ലാത്ത പാവങ്ങൾക്ക് വോട്ട് നൽകിയതാണ് എന്ന് പറഞ്ഞാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു അന്വേഷണം വേണ്ടേ? ഇതിൽ കവടി നിർത്തിയാൽ കാര്യം നടക്കില്ലല്ലോ. ഇതിലൊരു അന്വേഷണം വേണ്ടേ? ഇത്രയേറെ സുതാര്യമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ ശ്രീ രാജേന്ദ്രൻ പന്തളം, എനിക്ക് അവസരം നൽകൂ. പറയൂ. എനിക്ക് അവസരം നൽകൂ. 0 എന്നൊരു നമ്പർ, വീടില്ലാത്തവർ പിന്നെ എന്ത് നമ്പരാ കാണിക്കേണ്ടത്? അതിന് ഈ നാട്ടിൽ വ്യവസ്ഥയും വെള്ളിയാഴ്ചയുണ്ട്. ഇതില്ലാതെ 0 നമ്പർ ABCD എന്നെങ്ങനെയാണ് ഒരു അച്ഛന് പേര് വരുന്നത്? 0 എന്ന നമ്പറിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞ 0. വീടില്ലാത്തവർ പൈപ്പുകളിൽ PVC പൈപ്പുകൾക്കുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പിന്നെന്താണ് ആധാർ കാർഡ് രേഖയായി പരിഗണിക്കില്ലെന്ന് ആദ്യം പറഞ്ഞത്? കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷമല്ലേ പേടിച്ച് ഞങ്ങൾ പരിഗണിച്ചേക്കാന്ന് പറഞ്ഞത്? ബയോമെട്രിക് സംവിധാനം വലിയ കൊണ്ടുപിടിച്ച് രാജ്യത്ത് കൊണ്ടുവന്നതാണല്ലോ ആധാർ കാർഡ്. മനസ്സിലാവുന്ന ഭാഷയിൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള മനസ്സിലാകുന്ന ഭാഷയിൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയില്ലെന്നേ. അതാണ് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ, ശ്രീ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിയുടേത് വ്യക്തമാക്കി. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേലുള്ള ആരോപണം? അവിടെ എവിടെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വിശദീകരിക്കാൻ പരാജയപ്പെടുന്നത്? സംശയം ബാക്കി നിൽക്കുമ്പോൾ നോക്കൂ രാജേന്ദ്രൻ പന്തളം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഏറ്റവും സുതാര്യമായി നടക്കേണ്ടത്. നേരത്തെ തന്നെ VVPAറ്റും ഈ ഇലക്ട്രോണിക് മെഷീനും ഒക്കെ സംശയത്തിൻ്റെ നിഴലിൽ വന്നതാണ്. അമേരിക്കയിൽ പോലും ഇല്ലാത്ത സംവിധാനം എന്തിനിവിടെ? VVPAറ്റുകൾ പരിശോധിക്കണം. കൂട്ടിയിട്ട് VVPAറ്റ് പരിശോധിക്കപ്പെടുന്നതിന് മുമ്പ് കത്തിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ സോളിഡായ കട്ട് ആൻഡ് ഡ്രൈഡായ തെളിവുകൾ പുറത്തെത്തുകയാണ്. അപ്പോൾ അതിന്മേൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കട്ടെ. ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ, അതല്ലേ പറയേണ്ടത്. കാരണം ജനാധിപത്യമാണല്ലോ ഇവിടെ വെച്ചുവാണിഭത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിഗണനയിൽ, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയെപ്പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? ഭരണഘടനാ സ്ഥാപനം അതൊന്നുമില്ലാതെ ഒരു അന്വേഷണവുമില്ല. ഇതെന്താണിത്? ഇത് രാജഭരണമോ? തെരഞ്ഞെടുപ്പ് ശ്രീ രാജേന്ദ്രൻ പന്തളം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ വാക്കുകൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഫലിപ്പിച്ചത്. അപ്പോൾ ഈ ബി ടീമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ആരോപണമല്ല. പറയൂ ശ്രീ രാജേന്ദ്രൻ പന്തളം, താങ്കൾക്കെതിരെ ഒരു തെളിവ് സഹിത ഒരു ആരോപണം മറ്റൊരാൾ ഉന്നയിച്ചാൽ അതിന്മേലൊരു നിഷ്പക്ഷ അന്വേഷണം വേണ്ടേ? അതല്ലേ ഒരു ജനാധിപത്യത്തിന്റെ ആംബിയൻസ് എന്ന് പറയുന്നത്. പറയൂ, താങ്കളോട് തന്നെ ഉത്തരത്തിനാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ആ ചോദ്യങ്ങൾ അവിടെ ഉന്നയിച്ച, താങ്കളെക്കാൾ ശക്തമായിട്ട് അവിടെ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകർക്കും മറുപടി നൽകിയിട്ടുണ്ട്. ഇല്ല, അർത്ഥമില്ലാത്ത സംശയങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധി മറുപടി തന്നെ അർഹിക്കുന്നില്ല. എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തവും ശക്തവുമായ രീതിയിൽ എവിടെയാണ് ഈ വ്യക്തവും ശക്തവുമായ മറുപടി പറഞ്ഞത്?
എവിടെയാണ് വ്യക്തവും ശക്തവുമായ മറുപടി പറഞ്ഞത്? അങ്ങനെ ഒരു മറുപടി കൊണ്ട് തൃപ്തമാകുന്നതാണോ ആ സംഭവവികാസങ്ങൾ? ഞാൻ ശ്രീ രാജേന്ദ്രൻ പന്തലിലേക്ക് തിരിച്ചെത്താം.